തൂക്കി തൂക്കി പെപ്പെ തൂക്കി ഇത്തവണ വാലന്റൈൻസ് ഡേ പെപ്പെ തൂക്കി അടി. ആക്ഷൻ ആൻഡ് ഫാമിലി ഇമോഷൻസ് ഭയങ്കര നല്ലതായിട്ടുണ്ടായിരുന്നു. മുൻധാരണയോട് കൂടിയല്ലേ പടം കണ്ടത്. ജസ്റ്റ് ഒരു പടം വന്ന് കണ്ടു എന്നുള്ളത്. പക്ഷേ നന്നായിട്ട് എന്നും ആൻഡ്രിവേഴ്സിന്റെ പഞ്ച് തന്നെയാണ്. രോമാഞ്ചം ഉണ്ടാക്കുന്ന അങ്ങനത്തെ സീനുകളൊന്നുമില്ല, കുഴപ്പമില്ല. പെപ്പെ പറയണ്ട, എല്ലാം അടിപൊളിയായിരുന്നു. ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത ആന്നി വർഗീസ്, വിജയരാഘവൻ, സൈജീവ് കുറുപ്പ് തുടങ്ങിയ നീണ്ട താരത്തിന് ഒന്നിക്കുന്ന ദാവീദ് എന്ന റിലീസാണ്. സിനിമയിലുണ്ടെന്ന് സിനിമയുടെ പ്രശ്നം ചോദിച്ചു നോക്കാം. മൂവി കൊള്ളായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പെപ്പയുടെ നല്ല ഫൈറ്റ് ആയിരുന്നു. ഇടിപ്പടം ഇടിപ്പടം പെപ്പയുടെ നന്നായിരുന്നു, നല്ലായിരുന്നു. കാരണം ഒരു ചെറിയ സംഭവത്തിൽ നിന്നൊരു നല്ല വലിയൊരു ഗ്രാഫിലേക്ക് പോയതാണ് അതിൻ്റെ ഒരു രസമായിട്ട്. കാരണം കുഞ്ഞു കുഞ്ഞു താരങ്ങളല്ലേ, നമുക്ക് അത്ര വലിയ ഞാനൊരു മുൻധാരണയോട് കൂടിയല്ലേ പടം കണ്ടത്. ജസ്റ്റ് ഒരു പടം വന്ന് കണ്ടു എന്നുള്ളത്. പക്ഷേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്ത് നല്ല കളർഫുള്ളാണ്. മാസ് ഓഡിയൻസിനൊക്കെ പിടിച്ചിരുത്താൻ പറ്റിയ ത്രില്ലിങ്ങിനായിട്ട്. ഇതിൻ്റെ ക്ലൈമാക്സ് നമുക്ക് ഊഹിക്കാമെങ്കിലും ത്രില്ലിംഗ് ഉണ്ട്. മൊത്തത്തിലൊരു അടിപൊളി. ഒരു ആക്ഷൻ പടം തന്നെയാണ്. ആക്ഷൻ ആൻഡ് ഫാമിലി ഇമോഷൻസ് ഭയങ്കര നല്ലതായിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായി. നല്ല മൂവിയാണ്. പെപ്പയൊക്കെ ഓണായിട്ടുള്ള ഇമോഷൻസ് ഒക്കെ ഭയങ്കര നല്ല. സജു ഗ്രൂപ്പ് ഭയങ്കര ഫണ്ണിയായിരുന്നു, ഭയങ്കര നല്ലതായിരുന്നു. ആന്റണി വർഗീസ് എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളി അടിപൊളിയായിരുന്നു, നല്ല ആക്ടിങ് ആണ്. അടിപൊളിയാണ്. പെപ്പയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് പറയാൻ പറ്റുന്നൊരു സിനിമയാണ്. ഓപ്പോസിറ്റിൽ നിന്ന് അഭിനയിക്കുന്ന ആളെന്ന് പറയുന്നത് മോ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു ആക്ടറാണ്, ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിസിക് എന്നൊക്കെ പറയുന്നത് സ്ക്രീനിൽ വരുമ്പം തന്നെ എല്ലാവർക്കും കൈയടിക്കാവുന്ന ഒരു സംഭവമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനൊപ്പം ഒപ്പണൻ്റായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ പല നടന്മാർക്കും ചിലപ്പോൾ അത് പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ പെപ്പ അത് കോമ്പീറ്റ് ചെയ്യുന്നുള്ളത് ഒരേ റിങ്ങിൽ രണ്ടുപേര് നിൽക്കുമ്പോൾ നമുക്ക് അയ്യേ എന്ന് വരാത്ത രീതിയിൽ നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെപ്പയുടെ മിടുക്ക് തന്നെയാണ്. പിന്നെ ഡയറക്ടർ സൈഡായാലും ചെറിയ ചെറിയ ലാഗുകളും പ്രശ്നങ്ങളും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ സിനിമ ടോട്ടലി നല്ല സിനിമയാണ്. ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ ബോക്സിങ് സ്പോർട്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് നന്നായിട്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നല്ല സിനിമ. സൂപ്പർ സ്റ്റാറിലേക്ക് വരാനുള്ള ചാൻസ് ഉറപ്പായിട്ട് ഇത് വരണമല്ലോ. പെപ്പ ഉറപ്പായിട്ടും സൂപ്പർ സ്റ്റാർ എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈറ്റിലേക്ക് വന്നിരിക്കുന്നു. കാരണം ഇപ്പം നമുക്ക് മൈക്ക് ടൈസനെ പോലെ ഒരു അസാധ്യമായിട്ട് എന്താ ചെയ്യുന്നത്, ഒരു പേടിപ്പെടുത്തുന്ന ബോക്സറായി വരാനുള്ള കഴിവുള്ള ഒരാളാണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നത് സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല, റിയൽ ലൈഫിലും പുള്ളിക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന, നമുക്ക് അങ്ങനെ തോന്നിപ്പോകുന്ന അത്രയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് പറയാൻ പറ്റും. എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് കാണുക. പെപ്പെ അടിപൊളിയായിട്ടുണ്ട്. യാരിത് എന്താ ചെക്കൻ എന്ന സിനിമയിൽ ചോദിക്കുന്ന പോലെ ഇവൻ പൊളിയാണ്. തൂക്കി തൂക്കി പെപ്പെ തൂക്കി ഇത്തവണ വാലന്റൈൻസ് ഡേ പെപ്പെ തൂക്കി അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു. ആക്ഷനൊക്കെ തന്നെയാണോ? ആക്ഷന് ഫാമിലി എന്റർടൈനർ നല്ലായിരുന്നു. മൊത്തത്തിലൊരു നല്ലൊരു എന്റർടൈനറായിട്ട് തോന്നി. അത്രയൊന്നുമില്ല, ഉള്ള ഒരു വെറൈറ്റി കോൺസെപ്റ്റ് ആയിട്ടുണ്ട്. പുതിയൊരു ടൈപ്പ് നൈസ് ആയിട്ടുണ്ട്. ഇടിപ്പടം തന്നെയാണോ? ഫുള്ളി അങ്ങനെയല്ല, നല്ല പടം. ഒരു ആക്ഷൻ ഇടിപ്പടം തന്നെയാണോ? അപ്പം മൊത്തത്തിൽ ആക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ സാധാരണ നല്ലൊരു ബോക്സിങ്, മലയാളത്തിൽ നല്ലൊരു സ്പോർട്സ് പടം. ആന്റണി ആൻഡ്രിവേഴ്സ് നല്ല അഭിനയം. എന്നും ആൻഡ്രിവേഴ്സിന്റെ പഞ്ച് തന്നെയാണ്. ഒരു ആക്ഷൻ ഇടിപ്പടം തന്നെയാണോ? ഇടിപ്പടം തന്നെ. ഒരു ഇടിപ്പടം തന്നെയാണോ? തരക്കേടില്ലാത്തൊരു സിനിമ. ആന്റണി വർഗീസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന അങ്ങനത്തെ സീനുകളൊന്നുമില്ല, കുഴപ്പമില്ല, കണ്ടിരിക്കാം എന്നുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. ഒരു നോർമൽ സിനിമ, ഒരു ആവറേജ് ഫിലിമാണ്. എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയാണ്. അതിലിപ്പോൾ പെപ്പയുടെ വൈഫായിട്ട് അഭിനയിച്ച ആ കുട്ടിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പെപ്പെ പറയണ്ട, എല്ലാം അടിപൊളിയായിരുന്നു. ഒരു മൊത്തത്തിൽ ഇടിപ്പടം തന്നെയാണോ? അപ്പോൾ എന്തായാലും ഒരു ഫാമിലിക്കും കാണാൻ പറ്റുന്ന എന്ന നല്ല സാറ്റിസ്ഫാക്ഷൻ, നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഫിലിമാണ്.